തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഒരു മിനിമം യോഗ്യത വയ്ക്കേണ്ട കാലവും അതിക്രമിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ ഒരു ഡിഗ്രി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവരെ മത്സരിക്കാൻ അവസരം കൊടുക്കാവൂ. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, പുതിയ കാലഘട്ടത്തിൽ, ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലഘട്ടത്തിൽ പുതിയ രാഷ്ട്രീയമാണ്, പുതിയ കോർപ്പറേറ്റ് യുഗത്തിൽ കോർപ്പറേറ്റ് രാഷ്ട്രീയമാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ വളരെ സാധാരണ നിലയിൽ വരുന്ന പ്രവർത്തകർ പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. PR വർക്ക് ചെയ്യുന്നവരും മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നവരും സെൽഫ് പ്രൊമോഷൻ നടത്തുന്നവരൊക്കെയാണ് രാഷ്ട്രീയത്തിൽ ഇന്ന് ശോഭിക്കുന്നത്. സാധാരണ ആളുകൾ വരുമാനവും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടി രാഷ്ട്രീയത്തിൽ വന്ന് ശോഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഒരു നിഷ്കാമകർമ്മിയെപ്പോലുള്ള ഒരാളിൻ്റെ വാചകമായിട്ട് നമ്മൾ എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതൊരു നിർലോഭമായ ചുമ്മാ ഒരു വാചകം അടിച്ചതായിട്ട് പറയാൻ പറ്റത്തില്ല. സുരേഷ് ഗോപി പറഞ്ഞ വാചകം വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് വരുമാനം കുറഞ്ഞു, ഓക്കെ. പിന്നെ അത് ഒരു വശം. അതിനേക്കാൾ പ്രധാനം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് മെയ് വഴങ്ങുന്നതല്ല രാഷ്ട്രീയം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വായ്മൊഴി കൊണ്ടും പിന്നെ സംസാരത്തിൻ്റെ വഴക്കം കൊണ്ടുമൊക്കെ നമ്മൾ കണ്ടതാണ്. കലുങ്ക് പരിപാടി നടത്തി, കലുങ്ക് സംവാദം നടത്തി, എല്ലാ കലുങ്ക് സംവാദവും വിവാദത്തിലേക്ക് പോയി. പൂച്ചാണ്ടി പ്രയോഗമൊക്കെ നടത്തി സുരേഷ് ഗോപി. എന്തായാലും നമുക്ക് സുരേഷ് ഗോപിക്ക് പറ്റിയ ഇടമല്ല രാഷ്ട്രീയമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു.